പിലിക്കോട് പുത്തിലോട്ട് ശ്രീ മാപ്പിട്ടച്ചേരിക്കാവ് മഹാക്ഷേത്രം ബ്രഹ്മകലശ മഹോത്സവം 2026 ഫെബ്രുവരി 22 മുതൽ 27 വരെ നടക്കും. ഇത് മുൻനിർത്തി കാവ് സംരക്ഷണ ദിനത്തോടനുബന്ധിച്ച് ക്ഷേത്ര പരിസരത്ത് 200ഓളം വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചു. This news sponsored by Bobby Chamanur International Jewelers, traditionally trusted for 162 years. ഇരഞ്ഞി, കമണ്ടലു, അത്തി, ഇത്തി, ഉന്ന, പാല എന്നിവയുടെ തൈകളാണ് ക്ഷേത്ര പരിസരത്ത് നട്ടുപിടിപ്പിച്ചത്. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും പിലിക്കോട് ഡിവിഷൻ അംഗവുമായ എം മനു വൃക്ഷത്തൈ നട്ടുകൊണ്ട് വനപ്പക്കരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കാവിന്റെ കഴിഞ്ഞ മഴക്കാലത്ത് കുറേ മരങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അത് വീണ്ടും പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ക്ഷേത്ര കമ്മിറ്റി മുന്നോട്ട് പോയി. മുഴുവൻ കാവ് സംരക്ഷണമല്ല, നമുക്കറിയാം, ഒരു വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് മാത്രമല്ല ഓരോ കാവുകളും വരുന്നത്. അതിനപ്പുറത്തേക്ക് നമ്മുടെ പ്രകൃതിയുമായി ഒട്ടേറെ അഭേദ്യമായ ബന്ധം ഇത്തരം കാവുകൾക്കുണ്ട്. ഒരു ജൈവ വൈദ്യ കലവറയാണ് നമ്മുടെ കാവുകളൊക്കെ. സാധാരണ നമുക്കുള്ള വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് മാത്രമാണ് കാണുക. എന്നാൽ അതിനപ്പുറത്തേക്ക് ഈ നാടിന്റെ സമൂഹത്തെയും ഈ മനുഷ്യരെയൊക്കെ നിലനിർത്തി പോകണമെങ്കിൽ നമ്മുടെ നാട്ടിൻപുറങ്ങളിലെ മരങ്ങളും ഇത്തരത്തിലുള്ള കാവുകളും ഏറെ പ്രാധാന്യത്തോടെ സംരക്ഷിക്കേണ്ടതാണ്. ചടങ്ങിൽ ക്ഷേത്രം പ്രസിഡന്റ് എം അനിൽകുമാർ അധ്യക്ഷനായി. പരിസ്ഥിതി പ്രവർത്തകൻ ദിവാകരൻ കടിഞ്ഞുമൂല മുഖ്യാതിഥിയായി പങ്കെടുത്തു. കാവ് പരിസരത്ത് നട്ടുപിടിപ്പിക്കാനുള്ള വൃക്ഷത്തൈകളും ഇദ്ദേഹം തന്നെയാണ് നൽകിയത്. ക്ഷേത്രം കൊയ്മ അകമ്പടി, ക്ഷേത്രേശന്മാർ, സംഘടക സമിതി ഭാരവാഹികൾ, കമ്മിറ്റി അംഗങ്ങൾ, നാട്ടുകാർ തുടങ്ങിയവർ സംബന്ധിച്ചു. ക്ഷേത്രം അന്ത്യതിരിയൻ ദിവാകരൻ വിഷ്ണുമംഗലത്തിന് ആദരവ് നൽകി. പരിപാടിയിൽ ക്ഷേത്രം സെക്രട്ടറി ടി കെ വിനോദ് സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി പി നാരായണൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.